വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഭിന്നസംഖ്യയെ കുറിച്ച് പഠിക്കാം. എന്താണ് ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷൻ? ഒരു പാർട്ട് ഓഫ് എ ഹോൾ. നമുക്ക് ഒരു ഭാഗത്തിന്റെ ഒരു സംഭവത്തിന്റെ കുറച്ചൊരു ഭാഗം. അതായത് ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു. ഈ സർക്കിളിനെ ഞാൻ എന്ത് ചെയ്തു? 3 വിഭജിച്ചു. എത്ര ഭാഗമുണ്ട് ഇതിനകത്ത്? 3 ഭാഗമുണ്ട്. 3 അപ്പൊ ആകെ എത്ര ഭാഗമുണ്ട്? 3. ഈ 3 ഭാഗത്തിൽ ഞാൻ ആദ്യം ഒരു ഭാഗം മാത്രം ഞാൻ പെയിന്റ് ചെയ്തു. എത്ര ഭാഗം പെയിന്റ് ചെയ്തു? ഒരു ഭാഗം ഞാൻ പെയിന്റ് ചെയ്തു. പെയിന്റ് ചെയ്ത ഭാഗം എത്രയാണ്? 1/3. ഇനി പെയിന്റ് ചെയ്യാൻ ഇനി എത്ര ഭാഗമുണ്ട്? 2 ഭാഗം. എത്രയിൽ 2 ഭാഗം? 3ൽ 2 ഭാഗം. അതായത് ഒരു സർക്കിൾ എത്ര ഞാൻ 3 ഭാഗിച്ചു. ആ ഭാഗിച്ചതിൽ ഒരു ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തു. അതാണ് 1/3. ഇനി ഷെയ്ഡ് ചെയ്യാത്ത എത്ര ഭാഗമുണ്ട്? 2 ഭാഗമുണ്ട്. അത് 2/3. ഇതിന് നമുക്ക് ഭിന്നസംഖ്യ എന്ന് വിളിക്കാം. ഭിന്നസംഖ്യ. മേലിൽ എഴുതുന്ന സംഖ്യയെ നമ്മൾക്ക് അംശം എന്ന് പറയാം. താഴെ എഴുതുന്ന നമുക്ക് ഛേദം എന്ന് വിളിക്കാം. മേലുള്ള സംഖ്യ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അംശം. താഴെയുള്ളതിന്റെ ഛേദം. ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ. അപ്പൊ 1/3 എന്ന സംഖ്യയിൽ 1 ന്യൂമറേറ്ററും 3 ഡിനോമിനേറ്ററുമാണ്. 2/3 എന്ന ഭിന്നസംഖ്യയിൽ 2 ന്യൂമറേറ്ററും 3 ഡിനോമിനേറ്ററുമാണ്. ഇപ്പൊ ഭിന്നസംഖ്യ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ വേറൊരു ഭാഗം ഞാൻ എടുക്കുക. ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്തു. ഈ ട്രയാങ്കിളിനെ ഞാൻ വീണ്ടും 1 2 3 4 5 1 2 3 4 5 6 ഭാഗമുണ്ട്. ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 6 ഭാഗങ്ങളുണ്ട്. ഈ 6 ഭാഗത്തിൽ ഞാൻ 3 ഭാഗം ഷെയ്ഡ് ചെയ്യുവാണ്. 3 ഭാഗം ഞാൻ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗം എത്രയാണ്? ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം? 3/6. ഷെയ്ഡ് ചെയ്യാതെ എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. അപ്പോൾ ഇതില് ന്യൂമറേറ്റർ ഏതാണ്? 3. ഡിനോമിനേറ്റർ ഏതാണ്? 6. അംശം 3 ഛേദം 6. ഇപ്പൊ നമുക്ക് എന്താണ് ഭിന്നസംഖ്യ എന്ന് മനസ്സിലായല്ലോ. ഭിന്നസംഖ്യ എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ഭിന്നസംഖ്യകളെ കുറിച്ച് പഠിക്കാം. ആദ്യം ഞാൻ പറയാം. ആദ്യം നമുക്ക് പഠിക്കാനുള്ള സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് സാധാരണ ഭിന്നം അഥവാ പ്രോപ്പർ ഫ്രാക്ഷൻ? ഞാൻ കുറച്ച് സംഖ്യയുടെ എഴുതാൻ. 1/2 2/3 4/7 3 സംഖ്യ നോക്കി. 3 ഭിന്നസംഖ്യകൾ നോക്കി. ഇതിന്റെ പ്രത്യേകത എന്താണ്? അംശത്തെക്കാൾ കൂടുതലാണ് ഛേദം. ന്യൂമറേറ്ററിനെക്കാളും വലുതാണ് ഡിനോമിനേറ്റർ. ഇവിടെ അതുപോലെ ന്യൂമറേറ്ററിനെക്കാളും വലുതാണ് ഡിനോമിനേറ്റർ. ഇങ്ങനെ അംശത്തെക്കാളും വലുതായി ഛേദമുണ്ട്. ഛേദമായിട്ട് വരുന്ന ഭിന്നസംഖ്യയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം. അടുത്ത് നമുക്ക് പഠിക്കാം ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. പ്രോപ്പറിന്റെ ഓപ്പോസിറ്റ് അതാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം. നമുക്ക് നോക്കാം. 3/2 ഞാൻ അവിടെ നേരത്തെ എഴുതിയതിന്റെ ചെറുതാക്കി എഴുതുവാണ്. ഞാൻ മേലത്തെ ഭാഗം തുടയ്ക്കുവാണ്. 3/2 4/3 7/4. ഇവിടെ നോക്കിക്കേ, ഏതാണ് വലുത്? അംശം വലുതും ഛേദം ചെറുതുമാണ്. ഇവിടെ അതെ, അംശം വലുതും ഛേദം ചെറുതുമാണ്. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. ഇങ്ങനെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായി വരുന്ന ഭിന്നസംഖ്യയാണ് നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമഭിന്നം എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിശ്രഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അഥവാ മിശ്രഭിന്നം. എന്താണ് മിശ്രഭിന്നം? മിശ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. മിശ്രം അതായത് ഒരു സംഖ്യാഭാഗവും ഒരു ഭിന്നസംഖ്യാഭാഗവും വരുന്ന ഭിന്നസംഖ്യയെ നമ്മൾ മിശ്രഭിന്നം എന്ന് വിളിക്കുന്നു. രണ്ടും
2 2 3 2 and 3/2 3 2/7. നോക്കിക്കേ, ഇവിടെ ഒരു ഭിന്നസംഖ്യാഭാഗവുമുണ്ട്, ഒരു സംഖ്യാഭാഗവുമുണ്ട്. ഇതിനെയാണ് നമ്മൾ മിശ്ര ഭിന്നം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ പ്രധാനമായിട്ട് നമ്മൾ സാധാരണ ഭിന്നം, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ വിഷമ ഭിന്നം, മിശ്ര ഭിന്നം ഇത് പഠിച്ചു. ഇനി നമ്മൾ കുറച്ച് നമ്പറോട് നോക്കിക്കേ. 1/5, 1/7, 1/6, 1/9, 1/11. ഇവിടെ നോക്കിക്കേ, ഇതിന്റെ എല്ലാത്തിന്റെയും അംശം 1, എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ 1. നോക്കിക്കേ, ഇതിന് നമ്മൾക്ക് ഒരു പേര് പറയാം. 1 യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? യൂണിറ്റ് ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ എല്ലാത്തിന്റെയും അംശം 1 വരുന്നത് ഭിന്നസംഖ്യ നമ്മൾ എന്തെന്ന് പറയുന്നു? യൂണിറ്റ് ഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഇനി നമ്മൾക്ക് അടുത്തതായി നമുക്ക് 2, 2, 3 കുറച്ച് സംഖ്യകൾ തരുന്നുണ്ട്. നോക്കൂ. 1/5, 7/5, 8/5, 11/5. ഇവിടെ നോക്കിക്കേ, എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? എല്ലാത്തിന്റെയും ഛേദം അഥവാ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. എല്ലാത്തിന്റെയും ഛേദം അഥവാ ഡിനോമിനേറ്റർ ഒരുപോലെയാണ്. ഇങ്ങനെ വരുന്ന ഭിന്നസംഖ്യകൾ, ഇങ്ങനെ വരുന്ന ഫ്രാക്ഷൻസിന് നമ്മൾ ഒരു പേര് പറയുന്നു. അതാണ് ലൈക്ക് ഫ്രാക്ഷൻ. ലൈക്ക് എന്ന് വെച്ചാൽ ഒരേപോലെ, ലൈക്ക് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും. 7/17, 7/19, 7/21. നോക്കിക്കേ, ഇത് വരുന്നത് ലൈക്ക് ഫ്രാക്ഷൻ ആണോ? നമുക്ക് തെറ്റുകൾ സംഭവിക്കാം എപ്പോഴും. ലൈക്ക് ഫ്രാക്ഷൻ എന്ന് മനസ്സിൽ തോന്നിയേക്ക, ഒരിക്കലുമല്ല. ഇത് ലൈക്ക് ഫ്രാക്ഷൻ അല്ല, ഇത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഡിനോമിനേറ്റർ എല്ലാം ഒരേപോലെ വരുന്ന ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ 7/17, 7/19, 7/21 ഇവയെല്ലാം എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ തെറ്റിക്കരുത്. തെറ്റുകൾ സ്വാഭാവികമാണ്. ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ചിലപ്പോൾ ചോദിക്കും, പരീക്ഷ ചിലപ്പോൾ ചോദിക്കും, വിച്ച് ഓഫ് ദീസ് ആർ ലൈക്ക് ഫ്രാക്ഷൻസ്? 2 സെറ്റ് തരും. ഇതൊരു പെയറായിട്ട് തരും, ഇതൊരു പെയറായിട്ട് തരും. ചോദിക്കും വിച്ച് ഓഫ് ദീസ് ആർ ലൈക്ക് ഫ്രാക്ഷൻ. അപ്പൊ നിങ്ങൾ ഏത് എഴുതും? ഇത് എഴുതുവോ? അപ്പൊ നമ്മൾ ഏത് എഴുതണം? മനസ്സിലേക്ക് വരണം. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ നമ്മൾ എന്തെന്ന് പറയുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ. ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ കേസ് പഠിക്കാം. ഈക്വലന്റ് ഫ്രാക്ഷൻ. എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻ? ഞാനൊരു സംഖ്യ എഴുതുവാണ്, 2/3. ഈ 2/3ക്ക് ഈക്വൽ ആയിട്ട് വരുന്ന വേറൊരു ഫ്രാക്ഷൻ ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ സംഖ്യകൾ കൊണ്ട് ഗുണിക്കണം. 4/6. ഇനി ഇതിനെ നമുക്ക് 3 കൊണ്ട് ഗുണിച്ചാലോ? 2 × 3/3 × 3. അതെന്താണ്? 6/9. അപ്പോ 2/3യുടെ ഈക്വലന്റ് ഫ്രാക്ഷൻ ഏതാണ്? ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഓഫ് 2/3 ഏതൊക്കെയാണ്? 4/6 വരാം, 6/9 വരാം, പിന്നെയോ 8/12 വരാം. എങ്ങനെയാണ്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഒരേപോലെ ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈക്വലന്റ് ഫ്രാക്ഷൻ കിട്ടും. അതായത് 2/3യും 4/6ഉം എന്താണ്? ഈക്വൽ ആണ്. 6/9ഉം 2/3ഉം എന്താണ്? അതും ഈക്വൽ ആണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? ഫ്രാക്ഷൻസ് പഠിച്ചു. ഫ്രാക്ഷൻ ഈസ് എ പാർട്ട് ഓഫ് എ ഹോൾ. അതിന് എന്തൊക്കെയുണ്ട്? ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്, അംശമുണ്ട്, ഛേദമുണ്ട്. മേലെഴുതുന്ന സംഖ്യ നമ്മൾ അംശമെന്നും താഴെയുള്ള സംഖ്യ നമ്മൾ ഛേദമെന്നും വിളിക്കുന്നു. പിന്നെ നമ്മൾ പഠിച്ചു പലതരത്തിലുള്ള ഫ്രാക്ഷൻസ് പഠിച്ചു. പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, യൂണിറ്റ് ഫ്രാക്ഷൻ, ഈക്വലന്റ് ഫ്രാക്ഷൻ. 7 തരം ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമായിട്ടുള്ള ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ. എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ? ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിട്ടുള്ള ഫ്രാക്ഷൻ ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇനി എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ? ഒരു നമ്പർ പാർട്ടും ഒരു
ഫ്രാക്ഷണൽ പാർട്ടും കൂടി വരുന്ന നമ്പറാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി യൂണിറ്റ് ഫ്രാക്ഷൻ, എല്ലാ നമ്പേഴ്സിന്റെയും ന്യൂമറേറ്റർ ഒന്നായി വരുന്ന ഫ്രാക്ഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് യൂണിറ്റ് ഫ്രാക്ഷൻ. ഇനി ലൈക്ക് ഫ്രാക്ഷൻ എന്താണ്? ഒരു സെറ്റ് നമ്പർ, ഒരു സെറ്റ് ഫ്രാക്ഷൻസ് തന്നാൽ അതിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആ ഫ്രാക്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ അത് ലൈക്ക് ഫ്രാക്ഷൻ ആകോ? ഇല്ല, അത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ്. ഡിനോമിനേറ്റർ സെയിം ആയി വരുന്ന ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഡിനോമിനേറ്റേഴ്സ് ഡിഫറെന്റ് ആയിട്ട് വരുന്ന ഫ്രാക്ഷൻ എന്താണ്? അൺലൈക്ക് ഫ്രാക്ഷൻ. ഇനി എന്താണ് ഈക്വലന്റ് ഫ്രാക്ഷൻ? ഒരു ഫ്രാക്ഷൻ തന്നാൽ അതിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷൻ ആണ് ഈക്വലന്റ് ഫ്രാക്ഷൻ. മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഫ്രാക്ഷനും അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ പഠിക്കാം. നമസ്കാരം.